ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പാലക്കാടും ചൂടേറിയ പ്രചാരണം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൌലാന അബ്ദുൽ കലാം ആസാദിന്റെ സ്മരണയിൽ ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം. കേരള സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Sanjeev Khanna, having been appointed Chief Justice of the Supreme Court of India, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will duly and faithfully and to the best of my ability, knowledge and judgment perform the duties of my office without fear of favor, affection or ill will. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചുമതലയേറ്റത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, സുപ്രീംകോടതി ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കാനിരിക്കെ പ്രചാരണത്തിന് ചൂടേറി. ആദ്യഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് നമോ ആപ്പ് വഴി ഝാർഖണ്ഡിലെ ബിജെപി പ്രവർത്തകരുമായി സംവദിക്കും. സംസ്ഥാനത്തെ 38 സീറ്റുകളിലേക്ക് ഈ മാസം 20-നാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ്. ഈ മാസം 20-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലും പ്രചാരണം ശക്തമായി. കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ നിതിൻ ഗഡ്കരി ഇന്ന് നാഗ്പൂരിൽ റാലികളെ അഭിസംബോധന ചെയ്യും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉപമുഖ്യമന്ത്രിയും എൻസിപി അധ്യക്ഷനുമായ അജിത് പവാർ തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. എൻസിപി എസ്പി വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന യുബിടി നേതാക്കളായ ഉദ്ധവ് താക്കറെ തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 22 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള 28 വിമത സ്ഥാനാർത്ഥികളെ മഹാരാഷ്ട്ര കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കും. നാളെ നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. 3 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ നവംബർ 23-ന് നടക്കും. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ വയനാട്ടിൽ കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് 3 മുന്നണികളും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. UDF പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് കൊട്ടിക്കലാശത്തിന് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. ബത്തേരിയിലെ കൊട്ടിക്കലാശത്തിന് ശേഷം തിരുവമ്പാടിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനായി പോകും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊഹേരിയുടെ പ്രചാരണം രാവിലെ കൽപ്പറ്റയിൽ ആരംഭിച്ചു. വൈകിട്ട് കൽപ്പറ്റ നഗരത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ സത്യൻ മൊഹേരിയും പങ്കെടുക്കും. 4ഓളം മന്ത്രിമാരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണം കൽപ്പറ്റ മുട്ടിൽ നിന്നും ആരംഭിച്ചു. മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിലും പര്യടനം നടത്തും. ബത്തേരി നഗരത്തിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിൽ നവ്യ ഹരിദാസും പങ്കെടുക്കും. മൌലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജ്ഞാനത്തിന്റെ ഉറവിടമായ അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. എഴുത്തുകാരൻ, ചിന്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വികസിത ഇന്ത്യ എന്ന സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൌലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവി രൂപീകരിക്കുന്നതിന് വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആചാര്യ JB കൃപലാനിക്കും ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് കൃപലാനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ച പശ്ചാത്തലത്തിൽ കിഷ്ത്വാർ ജില്ലയിൽ തെരച്ചിൽ ശക്തമാക്കി. 4 ദിവസമായി വനമേഖലയിൽ സുരക്ഷാസേന പരിശോധന നടത്തുകയായിരുന്നു. ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ നായിബ് സുബേദർ രാകേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ദേശീയ തലസ്ഥാനത്ത് ഇന്ന് വായു ഗുണനിലവാര സൂചിക 346 രേഖപ്പെടുത്തി. അടുത്ത 3 ദിവസങ്ങളിൽ ഡൽഹിയിൽ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുജറാത്തിലെ വഡതാലിലുള്ള ശ്രീ സ്വാമിനാരായണ മന്ദിറിന്റെ 200ാം വാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുത്തു. വാർഷിക വേളയിൽ 200 രൂപയുടെ വെള്ളി നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. സ്വാമിനാരായൺ 200 വർഷം മുമ്പ് സ്ഥാപിച്ച വഡതാൽ മന്ദിറിന്റെ ആത്മീയത നിലനിർത്താൻ ജനങ്ങൾക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ये द्विशताब्दी समारोह ये केवल एक आयोजन या इतिहास की तारीख नहीं है. मैं मानता हूं हमारे लिए ये अवसर भारतीय संस्कृति के शाश्वत प्रवाह का प्रमाण है. 200 साल पहले जिस वड़ताल धाम की स्थापना भगवान श्री स्वामीनारायण ने की थी, हमने आज भी उसकी आध्यात्मिक चेतना को जागृत रखा है. കേരള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. സമാപന സമ്മേളനം വൈകിട്ട് എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കായികമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴുമ്പോൾ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ടൂറിസം വികസന സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന സീ പ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ രാവിലെ കൊച്ചി ബോൾഗാട്ടി മറീനയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിലെ ജലാശയത്തിൽ ഇറങ്ങിയ സീ പ്ലെയിനിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഘടിപ്പിക്കുന്ന കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രദർശന പരിപാടിക്ക് എറണാകുളത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾ, ദേശീയ ആയുഷ് മിഷന്റെ ആയുർവേദ, ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം കാണണമെന്ന് ട്രംപ് റഷ്യൻ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു. നേരത്തെ യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായും ട്രംപ് സംസാരിച്ചിരുന്നു. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ പുതിയ US ഭരണകൂടവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് അറിയിച്ചു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ മരണത്തിലേക്ക് നയിച്ച സൈനിക നടപടിയും ലെബനനിലെ പേജർ സ്ഫോടനവും ഇസ്രായേൽ നടത്തിയതാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെപ്റ്റംബറിൽ ആയിരക്കണക്കിന് പേജറുകളും വാക്കി ടോക്കികളും ഒരേ സമയം പൊട്ടിത്തെറിച്ച് 37 പേരാണ് മരിച്ചത്. ലബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ കർട്ടൻ റൈസർ പ്രസ് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പങ്കെടുത്തു. വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജീവ് ജാജു, ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ, അഡീഷണൽ സെക്രട്ടറി നീരജ് ശേഖർ എന്നിവരും സന്നിഹിതരായിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് നാഗപട്ടണം മുതൽ കാങ്കേസം തുറൈ വരെയുള്ള ഇന്ത്യ ശ്രീലങ്ക ഫെറി സർവീസ് നിർത്തിവച്ചു. ഈ മാസം ഫെറി സർവീസ് ദുഷ്കരമായിരിക്കുമെന്ന് ഇൻഡ് ശ്രീ ഫെറി സർവീസ് ഡയറക്ടർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ദൈനംദിന സർവീസുകൾ ജനുവരിയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഝാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ഇന്ന് വൈകുന്നേരം അവസാനിക്കും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പാലക്കാടും ചൂടേറിയ പ്രചാരണം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൌലാന അബ്ദുൽ കലാം ആസാദിന്റെ സ്മരണയിൽ ഇന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം. കേരള സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.